കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ഒരു പ്രമുഖ പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിനെ കുറിച്ച് ചില കഥകൾ, സ്ഥിരീകരിക്കപ്പെടാത്ത ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പ്രചരിക്കുകയാണ്. ഈ വാർത്തകളെക്കുറിച്ചോ ഈ പ്രചരിക്കുന്ന കഥകളെക്കുറിച്ചോ ഒരു വാക്ക് പോലും ഈ യുവജന നേതാവ് പ്രതികരിച്ചിട്ടില്ല ഈ നിമിഷം വരെ. എന്നാൽ കഴിഞ്ഞ ദിവസം CPM സഹയാത്രികനായ ഇടതുപക്ഷ സമൂഹ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഡോക്ടർ പ്രേംകുമാർ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നറിയില്ല, ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. റേഡിയോ മാംഗോ എന്ന റേഡിയോ ചാനലിന്റെ ലോഗോയും ഒരു ക്യാപ്ഷനുമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും പ്രേംകുമാറിനെതിരെയും അധിക്ഷേപങ്ങളുമായി VT ബൽറാം രംഗത്ത് വരികയുണ്ടായി. മുൻ തൃത്താല MLA-യും കോൺഗ്രസ് നേതാവുമായ VT ബൽറാം ഇട്ട പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ അതിഭീകരമായി വളരെ മോശമായ ഭാഷയിലാണ് പ്രേംകുമാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് VT ബൽറാം. ഇതോടുകൂടി ഈ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളെയും കഥകളെയും ഒരു പരിധിവരെ സ്ഥിരീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് VT ബൽറാം എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരു വിവാദമായി ഈ നിമിഷം കത്തിപ്പടരുന്നതിന് പിന്നിലെ ഒരു കാരണം VT ബൽറാമിന്റെ ഈ പോസ്റ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം നടത്താൻ പ്രേംകുമാർ നിർബന്ധിതനായിരിക്കുകയാണ്. ഇതോടുകൂടി പ്രേംകുമാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വെളിപ്പെടുത്തലുകൾ ഈ യുവജന സംഘടനാ നേതാവിനെതിരായ വിവാദങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പങ്കുവച്ച ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ആ കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷമ പറയുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ചിലത് പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ ഒരു യുവാവിനെ പറ്റി ഒരു കാരണവശാലും പടരാൻ പാടില്ലാത്ത വാർത്തകൾ കുറച്ച് നാളുകളായി കേൾക്കുന്നുണ്ട് നമ്മൾ. ഇത് എഴുതുന്നവരെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞതായി കണ്ടിട്ടുമില്ല. നല്ലതല്ലാത്ത ഇത്തരം വാർത്തകൾ നാട്ടിൽ പാട്ടായി തുടങ്ങിയ നേരത്ത് മിനഞ്ഞാന്ന് റേഡിയോ മാംഗോയുടെ ടാഗ് ലൈൻ എടുത്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ എഴുതിയത് മോശമായി പോയെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു. വിമർശനത്തെ ആദരവോടെ കേൾക്കുന്നു, ഉൾക്കൊള്ളുന്നു. വെളിച്ചത്ത് വരാനോ പരാതിപ്പെടാനോ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ്സു നമിച്ച് ക്ഷമ പറയുന്നു. ഇനി എഴുതുമ്പോൾ ഇതിലും ശ്രദ്ധ കാണിക്കാൻ ശ്രമിക്കാം. എന്നാലും തെറ്റുപറ്റിയെന്ന് വരാം, അവിടെ നിന്നും തിരുത്തി മുന്നോട്ട് പോവാൻ ശ്രമിക്കാം. ഇനി ആദരണീയനായ എൻ്റെ മാന്യ സുഹൃത്ത് VT ബൽറാമിനോടാണ് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രിയപ്പെട്ട VT ബൽറാം, ഈ ഒരു മഹാനെ പറ്റി ആദ്യമായി നല്ല കാര്യം കേൾക്കുന്നത് 5 കൊല്ലം മുൻപാണ്. ചെന്നിത്തലയുടെയും ഷാനവാസിന്റെയും ഒക്കെ കൂടെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ കേരളത്തിന് വെളിയിൽ കഴിയുന്ന, അവിടെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ത്രീയാണ്. പ്രതിപക്ഷ ബഹുമാനത്തോടെ സംവദിക്കാറുള്ളതാണ് ഞങ്ങൾ. മഹാൻ നല്ല സ്വഭാവക്കാരനാണ് എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ എന്തിന് വിശ്വസിക്കണം? പക്ഷേ അവരെന്നോട് പറഞ്ഞ മറുപടി, മാഷേ ഞാനും വിശ്വസിച്ചിരുന്നില്ല, എന്നോടും അവൻ ഇതുപോലെ പറയുന്നത് വരെ എന്നല്ല, പറഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ അവനെന്ന് ഓർക്കണം. അതുണ്ടാക്കുന്നൊരു ഷോക്ക് അതൊന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ. കുടുങ്ങിപ്പോയ ഞാൻ തിരിച്ചു ചോദിച്ചു, പാർട്ടിയിൽ ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ട് മാഷേ, VT ബൽറാമിനൊക്കെ ഇതറിയാം. പ്രിയപ്പെട്ട VT ബൽറാം, ആ കുട്ടിയെ ഡിഗ്രിക്ക് പോകുന്ന കാലം തൊട്ട് എനിക്കറിയാം. ജേർണലിസ്റ്റ് ആവണമെന്ന മോഹം പറയുമ്പോഴൊക്കെ പത്രം സിനിമയിലെ മഞ്ജു അല്ല ഡെസ്കിലെ ജീവനക്കാർ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അവൾ ചാനൽ 1-ൽ സ്ക്രീനിന് പിറകിൽ ജോലി ചെയ്യുന്ന കാലമാണ്. കോഴിക്കോട് KLF നടക്കുന്ന നേരമാണ്. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയ അവളെ ഞാൻ കാണുന്നത്. ചെറുതായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവളുടെ ദേഷ്യം മുഴുവൻ അന്തിചർച്ചക്കാരോടാണെന്നറിയുന്നത്. അതിനിപ്പോൾ എന്നാന്നറിയാൻ പിന്നെയും ചോദിക്കുമ്പോഴാണ് മുകളിൽ കേട്ട അതേ യുവ നേതാവിൻ്റെ പേര് പറയുന്നത്.
മറുത്തു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അവൾ പറഞ്ഞു തന്നത്. മാഷേ, ഇത് കോഴിത്തരമല്ല, ഹീസ് എ പ്രഡേറ്റർ ഓഫ് ദ വേഴ്സ്റ്റ് കൈൻഡ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി നമ്മളൊക്കെ ആലോചിക്കുന്നതിലും മേലെയാണ്. നിന്റെ ഓഫീസിൽ കൂട്ടുകാരികളോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതേ അനുഭവമുണ്ട്. സീനിയറായൊരു ചേച്ചി അക്ഷരാർത്ഥത്തിൽ ട്രോമയിലാണെന്ന് പറഞ്ഞു. അടുത്ത വഴി, ഇവളുടെയും എൻ്റെയും ഒരു കോമൺ ഫ്രണ്ട്, നിലവിൽ യൂത്ത് കോൺഗ്രസിലെ അറിയപ്പെടുന്ന ഒരു വനിതാ മുഖമാണ്. അവളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ തവണ തന്നെ അവളോട് പരാതി പറഞ്ഞെന്ന് പറഞ്ഞു. ആ വനിതാ നേതാവ് പറഞ്ഞ മറുപടി കൂടി എഴുതാം. എന്നോടും വേറെ ചിലരോടും ഇവൻ ഇങ്ങനെ തന്നെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. PCC പ്രസിഡന്റിനോട് വേറെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഒന്നും പറയാനില്ലാത്ത ഞാൻ കോഴിക്കോട്ടെ കടലിലേക്ക് നോക്കിയിരുന്നു. പ്രിയപ്പെട്ട VT ബൽറാം, ഇപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞു. കഴിഞ്ഞ റേഡിയോ മാംഗോ പോസ്റ്റ് ഷെയർ ചെയ്ത രാത്രി പ്രായം കൊണ്ടും പരിചയം കൊണ്ടും നിങ്ങളെക്കാൾ സീനിയറായ 2 നേതാക്കൾ എന്നെ വിളിച്ചിരുന്നു. വിവരങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് ഇങ്ങനെ എഴുതിയത് എന്ന മട്ടിൽ ചോദിച്ചു. എനിക്കറിയാവുന്നത് പേര് പറയാതെ പറഞ്ഞു. അവരാരും അത് നിഷേധിച്ചില്ല, തർക്കിച്ചില്ല. വലിയ സങ്കടമാണ് എന്ന് പറഞ്ഞൊരാൾ ഫോൺ വെച്ചു. പ്രിയപ്പെട്ട VT ബൽറാം, നിങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്ന നിങ്ങളിൽപ്പെട്ട ഒരു വനിതാ നേതാവ് ഈ പുകില് തുടങ്ങിയ ശേഷം പറഞ്ഞതുകൂടി പറഞ്ഞു നിർത്താം. ഞെട്ടിയിരിക്കുവാണ്. ഈ നാറി അപ്രോച്ച് ചെയ്യാത്ത ഒരാൾ പോലും ഞങ്ങളുടെ ഗ്രൂപ്പിലില്ലെന്ന ഞെട്ടലാണ് ഞങ്ങൾ. നിങ്ങളിലും ഷാഫിയിലും ഇന്ന് രാവിലെ വരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ 2 പേരുടെയും പേര് പറഞ്ഞു. അവരോട് പലവട്ടം പറഞ്ഞതാണ് സാർ, നോ യൂസ് അറ്റ് ഓൾ. ഇതായിരുന്നു മറുപടി. പ്രിയപ്പെട്ട VT ബൽറാം, സൈബർ സ്പേസിൽ നിങ്ങളെ അധിക്ഷേപിച്ചു വിളിക്കുന്ന പേര് വിളിക്കാൻ ഞാൻ തയ്യാറാവാത്തത് എൻ്റെ ശീലമെന്ന് കരുതുക. 10-9 ക്രാപ്പാണെന്ന് തിയോഡർ സ്റ്റർജൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നത് നേരാണ്. ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്ന നേരത്ത് തന്നെ നിങ്ങളിൽ അത് കാണാറുണ്ടെന്നതിൽ നന്ദിയുമുണ്ട്. പറഞ്ഞു കേൾക്കുന്ന, പറഞ്ഞു പ്രചരിക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് ഇതേ സ്റ്റർഗ്യോൺ തന്നെ പറയുന്ന 10-ൽ പെട്ടതാണ് താങ്കളുടെ മഹനീയ ചങ്ങാതിയെ പറ്റി ഇപ്പോൾ പടരുന്ന കാര്യങ്ങളെന്നും താങ്കൾക്കറിയാമല്ലോ. എന്നെ അധിക്ഷേപിച്ചുകൊണ്ടായാലും KPCC ലീഡർഷിപ്പിൽ നിന്ന് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയും അറിയാത്തവരെയും കൂടി അറിയിക്കുകയും ചെയ്യുന്നതിൽ താങ്കൾക്കുള്ള ഉദ്ദേശം എന്തായാലും അത് ചങ്ങാതിയെ രക്ഷിക്കാനാവില്ല എന്നറിയാം. ദിലീപിന് വേണ്ടി നിലത്ത് കിടന്ന ധർമ്മജനേക്കാൾ മോശം വേഷമാണ് നിങ്ങളിപ്പോൾ ആടുന്നതെന്നറിയുക. പ്രിയപ്പെട്ട VT ബൽറാം, എൻ്റേതടക്കമുള്ള പ്രതികരണങ്ങളിൽ പിശകുകൾ ഉണ്ടെന്നാൽ തുറന്നെതിർക്കാം. പക്ഷേ 18 മുതൽ 60 വരെ പ്രായമുള്ള പല പെണ്ണുങ്ങളെ അപമാനിച്ചുവെന്ന് ട്രോമയിലേക്ക് തള്ളിവിട്ടെന്ന നിരന്തര പരാതികൾ പടരുന്നൊരു കക്ഷിയെ രക്ഷിച്ചെടുക്കാനാവരുത് അതൊന്നും. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഞാൻ തുറന്നു നിൽക്കാതിരുന്നിട്ടുണ്ടോ എന്ന് കൂടി ആലോചിക്കുക താങ്കൾ. പ്രിയപ്പെട്ട VT ബൽറാം, നിങ്ങളടക്കം പൊതുരംഗത്ത് നിൽക്കുന്ന സകല മനുഷ്യർക്കും അപമാനമാണ് ഇങ്ങനെ ഒരാൾ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യർക്കും, ചാനലുകളിൽ ജോലി ചെയ്യുന്ന സകല പെണ്ണുങ്ങൾക്കും അപമാനമാണ് ഇങ്ങനെ ഒരാൾ. എന്തിൻ്റെ പേരിലായാലും അയാളെ താങ്ങി നിർത്തരുത്. വേറൊരു കാര്യം കൂടി, സ്ത്രീപീഡന ആരോപണങ്ങളിൽ പെടുന്ന പുരുഷൂസിനെ രക്ഷിച്ചെടുക്കാൻ സ്ത്രീവേഷം കെട്ടിയവർ ലോകം മുഴുവൻ ഇറക്കുന്ന 3 നമ്പറുകളുണ്ട്. 1, ഇത്രയും കാലമായിട്ടും എന്നോട് അയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് സത്യമല്ല. നിങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാവും അത് സഹോദരി. 2, കാര്യമറിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചത് ശരിയായ ഭാഷയിലല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പമില്ല. നിങ്ങൾ ശരിയായ ഭാഷയിൽ പ്രതികരിച്ച ആരോപണ വിധേയനെ തുറന്നെതിർക്കൂ സഹോദരി. 3, അങ്ങനെയുണ്ടെന്നാൽ കേസ് കൊടുക്കട്ടെ. കേസ് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടേ വേണ്ടല്ലോ സഹോദരി. ഒരിക്കൽ കൂടി പറയുന്നു, ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ സുഹൃത്തുക്കൾക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ച് ക്ഷമ പറയുന്നു. ഒന്നൊന്നായി വന്ന് എത്ര തള്ളി വിളിച്ചാലും, ചിത്രം വച്ച് എത്ര പോസ്റ്റർ അടിച്ചാലും
മിണ്ടാതിരുത്താമെന്ന് ആരും വിചാരിക്കേണ്ടതില്ലെന്നും വിനീതമായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേംകുമാർ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പ്രേംകുമാർ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ, അതിനോടൊപ്പം പ്രേംകുമാറിനെ അധിക്ഷേപിച്ചുകൊണ്ട് VT ബൽറാം നടത്തിയ പ്രതികരണവും ഈ യുവ നേതാവിനെതിരെ, ഈ പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ശക്തമായ കഥകളെയും വിവാദങ്ങളെയും ശരിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും നാളും ഈ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണമോ ഒരു ഉറപ്പോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. കഥകളായി തന്നെ മാത്രമാണ് എല്ലാവരും അതിനെ കരുതിയിരുന്നത്. എന്നാൽ VT ബൽറാം നടത്തിയ പ്രതികരണം അതിനെ വലിയൊരു വിവാദമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ VT ബൽറാമിന്റെ ലക്ഷ്യം എന്ത് തന്നെയായാലും ആ ലക്ഷ്യം ഫലം കാണുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ആ യുവജന സംഘടനാ നേതാവ് ആരാണ് എന്ന ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ശക്തമായി ഉയരുന്നത്.